ലാലിബൻ എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. ലാലിബൻ. അതെ, പുതിയൊരു പേര് ലാലിബൻ. ലാലുവണ്ട് പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പോസ്റ്റർ കണ്ടാൽ തന്നെ ഇങ്ങനൊരു സിനിമ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. മലൈക്കോട്ടെ വാലിബനെ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ കണ്ടത്. നിങ്ങൾ കേൾക്കാത്ത പല പാട്ടുകൾ ആ സിനിമയിലുണ്ട്. ലാല കഥാപാത്രത്തെ മനസ്സിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലെല്ലാം ഉണ്ട്. വളരെ രഹസ്യമുള്ളൊരു സിനിമയാണ്. പ്രഖ്യാപനം മുതൽ തന്നെ മലയാളികൾ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമ മലൈക്കോട്ടെ വാലിബൻ. വാലിബൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സാക്ഷാൽ വാലിബൻ ശ്രീ മോഹൻലാലാണ് നമുക്കൊപ്പം ഉള്ളത്. ഒപ്പം പുതിയൊരു റോളിൽ ഷിബു ബേബി ജോൺ സാറും ഹരീഷ് പേരടിയും തിരക്കഥാകൃത്ത് PS റഫീഖും നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. അപ്പം ആദ്യം തന്നെ ലാലേട്ടനോട് ചോദിക്കാം. അതായത് ഈ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ലാലിബൻ എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. ലാലിബൻ. അതെ, പുതിയൊരു പേര് ലാലിബൻ. പക്ഷേ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് വന്നിരുന്നു. അതായത് പ്രതിഭയും പ്രതിഭാസവും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ലാലേട്ടൻ എന്താണ് തോന്നിയത്? അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാനും കൂടെ ഒന്നിക്കുന്നു എന്നുള്ള രീതിയിലേ ഉള്ളൂ. അദ്ദേഹം വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിലിം മേക്കറാണ്. ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് യോജിച്ചു എന്നേ ഉള്ളൂ. അതൊക്കെ ചില വിശേഷണങ്ങളാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കൂ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കുറച്ച് മുമ്പ് ലാലേട്ടൻ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താ ഇത്രയും സിനിമകൾ ചെയ്ത ഒരു വ്യക്തിയാണ്? സിനിമ ഇങ്ങനൊരു ജോണർ എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ തരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ഫെയറി ടെയിൽ പോലെ ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കോസ്റ്റ്യൂം പ്ലേ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്നൊരു കോസ്റ്റ്യൂം ഡ്രാമയാണ്. അല്ലെങ്കിൽ വടക്കൻ പാട്ടുകൾ അതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നൊരു സിനിമ, അത് എവിടെയോ ഒരു സ്ഥലത്ത് നടന്ന കഥ പോലെയാണ്. നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത സ്പേസിലാണ് ആ കഥ നടക്കുന്നത്. അതുപോലെയാണ് ഈ സിനിമ. ഇതൊരു എവിടെയോ നടന്നൊരു കഥയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. അതിന് അല്ലെങ്കിൽ ഇന്ന ഒരു പീരീഡ് പറയുന്നില്ല, ഇതേത് രാജ്യമാണെന്ന് പറയുന്നില്ല. സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് അവർ പോവാണ്. അപ്പോൾ നമ്മുടെ ചിത്രകഥ വായിക്കുന്ന പോലെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകെ സഞ്ചരിക്കാം. അത്തരത്തിലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഒരു ടെറൈൻ, അതിൻ്റെ ലൊക്കേഷൻസ്, അവരുടെ ഒരു കളർ പാറ്റേൺ, ഒരു കളർ ചാർട്ടിലൊക്കെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, അതുപോലെ അതിൻ്റെ മ്യൂസിക്, ഫോട്ടോഗ്രാഫി എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അത് കൂടുതലൊരു തിയേറ്റർ അനുഭവമാണ്. തിയേറ്ററിൽ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തൊന്നും ഫൈനലായിട്ടല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ ഈ സിനിമയുടെ ഇത്രയും നാൾ ചെയ്ത സിനിമയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ്. അപ്പോൾ അത്തരത്തിലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ ബാക്കി വേറെ ഒരുപാട് സിനിമകൾ. ഇപ്പം വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ അത് ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ കലാപ്പാനി അല്ലെങ്കിൽ മരക്കാറ്, അതൊക്കെ വളരെ വിഷ്വൽ ട്രീറ്റുള്ള സിനിമകളാണ്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് മാറിയിട്ട് വേറെ രീതിയിൽ ചെയ്തിരിക്കുന്നൊരു സിനിമ എന്നാണ് പറഞ്ഞത്. അപ്പം ഷിബു സാർ, നിങ്ങൾ പണ്ട് മുതലേ സുഹൃത്തുക്കളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് യാത്രകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട് അല്ലേ? അപ്പം ഇപ്പോൾ ഒരു പുതിയ യാത്ര, സിനിമ എന്നുള്ള യാത്രയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുമിച്ച്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? അല്ല, അതിൻ്റെ എല്ലാ സന്തോഷവും ഉള്ളപ്പോഴും ഇതൊരു വ്യത്യസ്ത റോളിൽ വന്നപ്പോൾ ഈ പ്രോസസ്സ് ഒരു വലിയ ഡിഫിക്കൽട്ട് പ്രോസസ്സിൽ കൂടെ പോയത്. ഞങ്ങൾ പറഞ്ഞത് ജാനുവരി മാസത്തിൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഷൂട്ട് ആരംഭിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ. അത് തുടങ്ങി കഴിഞ്ഞ് നേരെ നൈറ്റ് ഷൂട്ടിലേക്ക് പോയി. ഇവർക്ക് ആർക്കും വാം ക്ലോത്ത്സ് ഇടാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടില്ലയോ? ആ കൊടും തണുപ്പിൽ രാത്രി മൊത്തം ഒരു വാം ക്ലോത്ത്സും ഇല്ലാതെ ഷൂട്ട് ചെയ്യേണ്ടി വന്ന അവിടുന്ന് തുടങ്ങി. ഇതിൻ്റെ നേരെ വിപരീതം അവസാനിക്കുന്ന ജൂൺ മാസത്തിൽ പോണ്ടിച്ചേരിയിൽ ജിഞ്ചി ഫോർട്ടിൽ അവസാനിക്കുമ്പോൾ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്. അന്നേരം ഒരു യാത്രയുടെ ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് മനസ്സിലാവും. ടെറൈൻ മാറിയെന്ന് മാത്രമല്ല, കാലാവസ്ഥ മറിയുന്ന ആ ഒരു ചലഞ്ചിൽ കൂടി തന്നെയാണ് കടന്നുപോയത്. ഇന്നിപ്പോൾ ഒരു വർഷം തികയുന്നു. ഒരു വർഷവും ഒരാഴ്ചയും കഴിയുമ്പോൾ തിയേറ്ററിലിറങ്ങുന്ന ഈ ഒരു ജേണി ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞങ്ങളുടെ ആ സന്തോഷം നിലനിർത്തി, ഒരു നല്ല അറ്റ്മോസ്ഫിയർ നിലനിർത്തി, ഹാപ്പിനെസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തി തന്നെയാണ് ഞങ്ങൾ പോയത്.
എന്തുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നിർമ്മിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? ലാല് പണ്ട് പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു പരാജയം വേണ്ടി വന്നു എനിക്കിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. കഴിഞ്ഞ പരാജയം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഓക്കുപ്പൈഡ് ആയിട്ട് ഇരിക്കണം, എനിക്കിനി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് വന്നു. അന്നേരം എന്തെങ്കിലും ഓക്കുപ്പൈഡ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സൗഹൃദത്തിൻ്റെ പേരിൽ എനിക്കൊരു ജാളിയതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലാലിൻ്റെ അടുത്ത് പോയിരുന്നു, ഇങ്ങനൊരു പറഞ്ഞു. ലാൽ അന്നേരം അതിന് യെസ് പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് ലാലുമായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാതെ. മറ്റേ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, പറഞ്ഞ പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ തോന്നി, പിന്നെ എല്ലാം സംഭവിച്ചു. അതിൻ്റെ ഞാൻ ഓക്യുപ്പൈഡ് ആകാൻ അന്നേരം ഞാനതിൽ നിന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ഒരു പാഠം, ഒരിടത്തെ ഒരു പരാജയം മറ്റൊരു വിജയത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. അതേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം ഹരീഷ് പേരടി ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് അല്ലേ? അപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പമുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലിജോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫുൾ ടൈം സിനിമ മാത്രം മനസ്സിലും ശരീരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ലിജോയുടെ അടുത്ത് പിന്നെ ഫോൺ വന്നതിന് ശേഷം കഥ കേൾക്കാൻ വേണ്ടി ചെറായി റിസോർട്ടിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പം റഫീഖ് ഓൾറെഡി ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വന്നു. അപ്പോൾ ലിജോനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങ് ലിജോ വന്ന് കാറിൻ്റെ ഡോർ അടയ്ക്കുന്നു. ദൂരത്തുള്ള എന്നോട് തുടങ്ങി സംസാരിക്കാൻ. അത് ചേട്ടാ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്, കസാലയിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു 4 വരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതാണ്, അല്ലാതെ വന്നിരുന്ന് അങ്ങനെയല്ല. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ അയ്യോ ഗുഡ് മോർണിംഗ് കേൾക്കുന്നില്ല. അയാൾ വേറെന്തൊക്കെയോ തിരക്കിലാണ്. പിന്നെ അയാൾ നമ്മളെ കാണുന്നത് എൻ്റെ ഷോട്ടാവുമ്പോൾ മാത്രം എവിടെ യെസ് ഓക്കെ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ദിവസം കൊണ്ട് പിന്നെ ഗുഡ് മോർണിംഗ് പറച്ചിലൊക്കെ നിർത്തി. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഫുൾ ടൈം അതാണ്, സിനിമ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളതല്ലാതെ സംസാരിക്കുന്നത് ഈ സിനിമ പാക്കപ്പ് ആയതിന് ശേഷം ഞങ്ങളൊന്ന് രാത്രി ഇരിക്കുന്നൊരു സമയത്താണ് വിജയമായിട്ട് അല്ലാത്ത പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ തുടക്കം മുതൽ സിനിമയുടെ കഥാപാത്രങ്ങളും അതിൻ്റെ രീതികളും അതിന് പോകേണ്ട കാര്യങ്ങളും മാത്രമേ സംസാരിച്ചുള്ളൂ. അത് വലിയ എക്സ്പീരിയൻസാണ്. അയാൾ ഫുൾ ടൈം സിനിമ മാത്രമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്നെ ഒരു വലിയ ഒരു സൗഭാഗ്യമാണ്. ലാലേട്ടാ, നമ്മൾ ലൊക്കേഷൻ പിക്ചേഴ്സൊക്കെ കണ്ട സമയത്ത് ഈ ക്യാമറയുടെ പിന്നിൽ ലിജോ സാറിൻ്റെ ഒപ്പം തന്നെ ലാലേട്ടന് വളരെ ആകാംക്ഷയോടെ ആ വിഷ്വൽസൊക്കെ നോക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. കണ്ണുകളിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, എല്ലാ സിനിമയും നമ്മൾ അത്തരത്തിലൊക്കെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മോറോവർ ഈ സിനിമയ്ക്ക് എൻ്റെ വേറൊരു ഞാൻ പറഞ്ഞില്ല, കളർ പാറ്റേൺസ് ആ കാര്യങ്ങൾ അതിൻ്റെ ഫ്രെയിമിംഗ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്യാമറ വർക്ക് ഇസ് ഔട്ട് ഓഫ് ദ വേൾഡാണ്. മധു നീലണ്ണൻ അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഓരോ ഫ്രെയിമും കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ സാധാരണ ഒരു സിനിമ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഇതൊരു ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാർ, പ്രത്യേക കോസ്റ്റ്യൂം, അതിൻ്റെ ഒരു കളേഴ്സ് എല്ലാം കാണുമ്പം ആ ഫ്രെയിം ഒന്ന് കാണാൻ നോക്കും. നമുക്കിനി അതിൽ ബെറ്റർ ആക്കാൻ പറ്റുമോ കാര്യങ്ങളോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഓരോ ഷോട്ടും കഴിഞ്ഞ് ഞാൻ പോയി നോക്കുന്നതല്ല. അങ്ങനെ എപ്പോഴോ നോക്കിയപ്പോൾ എടുത്തൊരു പടമാണ് നിങ്ങൾ കണ്ടത്, അത്രയേ ഉള്ളൂ. ഈ സിനിമ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു, അതായത് പ്രത്യേകിച്ച് ഒരു ദേശം അല്ലെങ്കിൽ വേഷം അല്ലെങ്കിൽ ഭാഷ അങ്ങനെയൊന്നും ഇല്ല, ഒരു ഫാൻറ്റസി ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും എന്ന് എപ്പോഴാണ് തോന്നിയത്? ആ ഒരു വ്യത്യസ്തത തന്നെയാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. ഇപ്പോൾ ഈ പോസ്റ്റർ കണ്ടാൽ തന്നെ ഇങ്ങനൊരു സിനിമ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആളുടെ മുൻകാല സിനിമകൾ അദ്ദേഹത്തിന് ഒരു ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ സിനിമ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ സിനിമകളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. സാധാരണ ഒരു സിനിമ ചെയ്യുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്കും താല്പര്യമില്ല, ജിജോയ്ക്കും താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ചേരുന്ന സമയത്തൊരു വ്യത്യസ്തതയുള്ളൊരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഇതിനു മുമ്പ് പല കഥകൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അത് വർക്ക് ചെയ്യാതെ പോയത് ഒരുപക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ സിനിമ ആ കഥ വന്ന കൈകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഒരു ഇമാജിനറി സ്റ്റോറി ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സ്റ്റോറിയെ സിനിമയാക്കാം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ഞങ്ങളുടെ ഒരു കോംബോ എന്ന് വെച്ചാൽ നായകൻ തൊട്ട് അങ്ങനത്തെ ഒരു എലമെൻ്റ് ഉണ്ട്. ഞാനും അദ്ദേഹവും അങ്ങനത്തെ കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
പ്രത്യേകിച്ച് ലിജോ ഒരു വളരെ നാടനായിട്ടുള്ള ഒരാളാണ്, ഞാനും അതെ. അപ്പോൾ നമ്മൾ ഈ നാടോടി കഥകൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഇത്തരം ഫാൻറ്റസീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ടാവാം ഞങ്ങളുടെ സൗഹൃദത്തിന് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു അതീന്ദ്രിയമായിട്ടുള്ള വേറൊരു തലമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ ശ്രദ്ധിച്ചപ്പം മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ, സാധാരണ നമ്മൾ അവതരിപ്പിക്കുന്ന എന്നാണല്ലോ. അപ്പം അതെന്താ ഷിബു സാർ അങ്ങനെ? ഡയറക്ടർ ടാഗ്ലൈൻ ആണ്. ഞങ്ങളെ ആരുടെ ഡയറക്ടർ ആദ്യമേ പറഞ്ഞപ്പോൾ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വന്ന ഒരു വന്നതാണ്. അത് കണ്ടപ്പോൾ ലാലേട്ടൻ എന്താ തോന്നിയത്? അല്ലല്ല, അത് അവതരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ആ ഒരു മലൈക്കോട്ടെ വാലിബനെ പ്രസൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ കോൺഫിഡൻസ് ആണ് ഞാൻ കണ്ടത്. മലൈക്കോട്ടെ വാലിബനായിട്ട് മോഹൻലാലിനെ അവതരിക്കുന്ന വേറൊരു ഫോമിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ധാരണ ശരിയാണോ അല്ലയോ എന്നുള്ളത് 25-ാം തീയതി കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ മുൻപുള്ള ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, അതായത് ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ ആ സിനിമ അഭിനയിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ആ കഥാപാത്രം ആവുകയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രമൊക്കെ അഴിച്ചു വെക്കും, നോർമൽ ആകും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്യാരക്ടർ കുറച്ച് ഹോംവർക്ക് വേണ്ടിയിരുന്ന ക്യാരക്ടറാണല്ലോ. അപ്പോൾ ആയോധന കല എന്ന് പറയുന്നത് നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് ആക്ഷൻസ് നമ്മൾ സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ ഒരു 700-800 ആക്ഷൻസ് ചെയ്തിട്ടുണ്ടാവും ഇത്രയും കാലത്തിനിടയിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് ഈ സിനിമയിലുള്ളത്. അതും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതിൻ്റെ കൊറിയോഗ്രാഫറും വളരെ കന്നഡയിൽ നിന്നുള്ള ഒരാളാണ്, വിക്രം മൂർ അല്ലേ, വിക്രം മൂർ എന്നുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ആക്ഷൻ സീന് പോലും വ്യത്യസ്തതയുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ലേ? വളരെ സത്യസന്ധമായിട്ട് പറയണ അങ്ങനെ തയ്യാറെടുപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് പോയി പഠിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ഇത് എത്രയോ വർഷത്തെ നമ്മൾ അതിനെ ആ തയ്യാറെടുപ്പിനെ സിനിമയിലൂടെയാണ് തയ്യാറെടുപ്പിക്കുന്നത്. ആ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾ പറയുന്ന പിന്നെ അതൊക്കെ ഇവരുടെ കാര്യമാണ്. കാര്യം ആ കഥാപാത്രങ്ങൾ ഇയാളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ കാഴ്ചക്കാരിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഇയാൾ അതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ആയുധകലകളിലോ കാര്യങ്ങളിലോ ഒക്കെ. അങ്ങനെ ഓൾറെഡി ആളുകൾ കാണുന്ന ഒരു സെറ്റായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് വിശ്വസനീയതയിലേക്ക് നയിക്കും. അതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല, കാര്യം അത് കള്ളമാണ്. അതുകൊണ്ട് അല്ലാതെ നമുക്കൊരു ആക്ഷൻ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഇത്രയും നാളത്തെ ഒരു പ്രാക്ടീസ് പോലെയാണ്. ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും. പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ സിനിമയിൽ എന്നോട് എതിരാളികളായിട്ട് വരുന്നവരും അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. അതിനെ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ അതിലൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയില്ല. അതിൽ ആൾ വളരെ ഹമ്പിളായിട്ട് പറഞ്ഞാണ്. ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഇവർ തമ്മിൽ ആദ്യം സംസാരിച്ച് 10 മിനിറ്റിൽ ആശയം ഉൾക്കൊണ്ട് അതിനുശേഷം ഒരു കഥയായി. പിന്നെ ഇവർ തമ്മിൽ ഷൂട്ടിങ്ങിൻ്റെ അവിടെ കാണുന്നതെങ്കിൽ ലാൽ ആ കഥാപാത്രത്തെ മനസ്സിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ചോദിച്ചത് ആയുധകലയുടെ കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് ഉൾക്കൊണ്ട് കണ്ട് തന്നെ അവിടെ വന്ന് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ മോണിറ്ററി വന്ന് ചോദിക്കുന്നു. ഞാൻ ആ ഈ സിനിമയിലെ പ്രത്യേകത ഉണ്ട്, ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റിൻ്റെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ലാലിൻ്റെ അടുത്ത് ഇന്ന ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ലാൽ മോണിറ്ററി വന്ന് കണ്ടിട്ട് ലാൽ ഇത് നമുക്ക് കുറച്ചുകൂടെ ഇതാണെന്ന് ലാൽ അങ്ങോട്ട് പറയുകയും അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ വളരെ വ്യത്യസ്തമായൊരു പ്രോസസ്സിൽ കൂടെയാണ് ഇത് പോയത്. എന്നാൽ എത്രത്തോളം ആ കഥാപാത്രത്തെ ലാൽ അതിനെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉൾക്കൊണ്ടു എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ഹരീഷ് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഗുരുദക്ഷിണ വാങ്ങാതെ പോയ ഗുരുനാഥൻ എന്ന്. അപ്പോൾ ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഗുരുദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞൊരു കാര്യമല്ലേ. തിരിച്ചും അങ്ങനെയാണ്. നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ തന്നെയാണ് ഹരീഷും. അത് അദ്ദേഹം അത്രയും വിനയത്തോടുകൂടി പറയുന്നില്ല, സത്യമാണല്ലോ, നമ്മൾ കള്ളം പറയേണ്ട കാര്യം അല്ല. ഇത് ഞാനത് സത്യസന്ധമായിട്ട് എഴുതിയതാണ്. അത് ഒരു സത്യസന്ധമായിട്ട് എഴുതുമ്പം അതൊരു പുതിയ തലമുറയിലെ ഒരുപാട് അഭിനേതാക്കളായി വരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൂടെ മനസ്സിലാവാനും കൂടെ വേണ്ടിയിട്ടാണ് അത് എഴുതുന്നത്. അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ കഴിയുമ്പോഴോ 2 സിനിമ കഴിയുമ്പോഴോ നമ്മൾ ഒരു ശരിക്കും പറയുന്നത് നമ്മളൊക്കെ നാടകങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 5 ലെവൽസ് ഉണ്ടെന്നാണ് പഠിക്കുക. അതായത് അഭിനേതാവ്, നടൻ, നല്ല നടൻ, മഹാനടൻ, നടരാജൻ. ഇതിൽ ഈ 5ാമത്തത് ദൈവമാണെന്നാണ് സങ്കല്പം. മനുഷ്യന് കിടക്കാൻ പറ്റില്ലെന്നാണ്. മഹാനടൻ വരെ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 100 ഉപവിഭാഗങ്ങളുണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ ഈ നടനിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പം എത്രയും വലിയ ഒരു സ്റ്റെപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ഒരു കടന്നു പോകുന്ന ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഇപ്പോൾ മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും ഒക്കെ. അപ്പം അവരുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ആ അനുഭവം പുതിയ തലമുറയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു വെച്ചതാണ്. അതാണ് ഗുരുദക്ഷിണ വാങ്ങാൻ. സത്യമാണത്. കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് കൊടുക്കണം ഒരു ദിവസം. എന്തെങ്കിലും ഒരിക്കൽ കൊടുക്കുമല്ലേ? കൊടുക്കണം. അപ്പം അതിൽ സിനിമയിലൊരു റാക്ക് എന്ന് പറയുന്ന ആ ഗാനം പുറത്തിറങ്ങിയത്, അത് ലാലേട്ടൻ്റെ സൗണ്ടിലാണ് ആ ഗാനം പുറത്തിറങ്ങിയത്. അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? താങ്കളുടെ വരികൾക്ക് ലാലേട്ടൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് ഇറങ്ങിയപ്പോൾ എന്താ തോന്നിയത്? സന്തോഷമല്ലേ? നമ്മളൊരു പാട്ട് ലാലേട്ടൻ പാടുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ലാലേട്ടൻ തന്നെയാണ് പാടുന്നതെന്ന് ഉറപ്പായിരുന്നോ? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബേസിക് ട്യൂണും റഫീഖിൻ്റെ തന്നെ ആയിരുന്നല്ലോ. അതെ, ആയിരുന്നല്ലോ. ഇനിഷ്യൽ കോമ്പസിഷൻ അത് പിന്നെ പ്രശാന്ത് പിള്ളയുടെ എഫർട്ടും കൂടി ഉണ്ട് അതിനകത്ത്. ഇനിഷ്യൽ ആയിട്ട് കമ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണ്. നമ്മളത് എഴുതി വരുമ്പോൾ ഉണ്ടായ ഒരു ട്യൂണാണത്. അത് അദ്ദേഹം മാറ്റിയില്ല, പ്രശാന്ത് മാറ്റിയില്ല. ഇതിൻ്റെ തന്നെ അല്ല, ഇതിൻ്റെ ഒരു 4-5 പാട്ടുകൾ നമ്മൾ തന്നെയാണ്, നമ്മുടെ ഒരു ബേസിക് ട്യൂണാണ് അതിന് ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപാട് ഗാനങ്ങൾ അല്ല, അവരെന്നോട് ഇപ്പോൾ ഇങ്ങനെ ചിത്രത്തിൽ പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അതിനോടൊരു ഞാൻ തന്നെ പാടണമെന്ന് ചോദിച്ചു. കാര്യം അത് നന്നായിട്ട് പാടിയൊരു പാട്ടാണ്. ഇവരുടെ ഒരു നിർബന്ധം കാരണമാണ് ആ പാട്ട് പാടാൻ തയ്യാറായത്. പക്ഷെ അത് വളരെ രസകരമായ വരികളാണ്. ആ സിനിമയിലെ പാട്ടൊക്കെ അതിൽ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം. അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീറെക്കോർഡിങ് ആയാലും കാര്യമായാലും നിങ്ങൾ കേൾക്കാത്ത പല പാട്ടുകൾ ആ സിനിമയിലുണ്ട്. ഇപ്പോൾ കേട്ട പാട്ട്. അതെ, സിനിമ പൊതുവെ തുടക്കം മുതലേ ഒരു രഹസ്യ സ്വഭാവത്തിലായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എല്ലാം പുറത്തു വന്നിരുന്നത്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ അത്രയും രഹസ്യം അതിലുണ്ടാവും. ആ സിനിമ രഹസ്യങ്ങളുടെ കൂമ്പാരമാണ്. അതിലെല്ലാം ഉണ്ട്. വളരെ രഹസ്യമുള്ളൊരു സിനിമയാണ്. ആ രഹസ്യം നമ്മൾ 25-ാം തീയതി പരസ്യമാക്കാൻ പോവുകയാണ്. ഒരുപാട് രഹസ്യമുണ്ട് ആ സിനിമയിൽ. രഹസ്യമുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്, പ്രേമമുണ്ട്, പ്രണയമുണ്ട്, പാട്ട് എല്ലാം ഉള്ളൊരു സിനിമയാണ്. അതിൽ വളരെ രഹസ്യമുണ്ടാകും. മാസാണോ ക്ലാസ് ആണോ? രണ്ടും അല്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മാസ് ക്ലാസ് എന്ന് പറയുന്നതിൻ്റെ വേർതിരിവ് എനിക്കറിയില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഭയങ്കര മാസ് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതേന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ക്ലാസ് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല. നല്ലൊരു സിനിമയാണ്. ഞാൻ അങ്ങനെ അതിനെ തീരുമാനിക്കുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം നല്ല സിനിമകളാണ്. ചീത്ത സിനിമകളില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഷിബു സാറും ലാലേട്ടനും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ് എന്നറിയാം. അപ്പോൾ ഈ സിനിമയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു മൊമെൻ്റ് എന്തെങ്കിലും ഓർത്തെടുക്കാൻ, വർഷങ്ങൾക്ക് മുൻപുള്ള? അല്ല, ഞങ്ങളുടെ യാത്രകൾ അതൊന്നും ഞാൻ ഒരിക്കലും സിനിമ അല്ലായിരുന്നു. അതുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒത്തിരി യാത്രകൾ. ഒരുപാട് സിനിമയുടെ സെറ്റിൽ ഷിബു വരാറുണ്ടായിരുന്നു. എസ്പെഷ്യലി പ്രിയനും ഇന്നസെൻ്റും ഒക്കെ ഒരുപാട് സൗഹൃദമുള്ള ഒരാളാണ്. ഞങ്ങളുടെ എല്ലാ യാത്രകളും എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ്. മണികണ്ഠൻ ആചാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, കടന്നലാക്രമണം ലൊക്കേഷനിൽ ഇടയ്ക്ക് ഉണ്ടായി എന്നുള്ളത്. പക്ഷെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അല്ല, അത് വരും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ പല സർപ്രൈസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ, റിവീൽ ചെയ്യാം. ഓ, അതപ്പം സിനിമയ്ക്കുള്ളിൽ കടന്തലല്ലത്. കടന്നൽ കുത്തിയ പോണ്ടിച്ചേരിയിൽ അത് കടന്നലല്ല, അത് ഈ തേനീച്ചയാണ്. തേനീച്ചയും കടന്നലും രണ്ടല്ലേ അല്ലേ? അത് തന്നെ. കടന്നൽ കുറച്ചും കൂടെ ഗുരുതരം. ഇത് കടന്നലായിരുന്നു, തേനീച്ചയാണ്. തേനീന്ന് അവർ പറയാം. അത് തമിഴ്നാട്ടിൽ തേനീച്ചയാണ്. കുറച്ചുകൂടെ ഞങ്ങള് കുത്തലായിരുന്നു. രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചതിന് കൊടുക്കേണ്ടി വന്ന ഒരു വിലയാണ്. കാസ്റ്റിംഗ് ഒക്കെ ആരായിരുന്നു ശരിക്കും നോക്കിയിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതിന് ഇതെല്ലാം ലിജോ അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഒരു നവാഗതൻ എന്നുള്ള നിലയിൽ ഈ ഫീൽഡിലേക്ക് ഞാൻ അങ്ങേയറ്റം അത്ഭുതത്തോടുകൂടി വിസ്മയത്തോടുകൂടി കണ്ടതാണ്. എങ്ങനെ അദ്ദേഹം ഇവരെ ഓരോരുത്തരെ കണ്ടെത്തി. ഡാനിഷ് ആയിട്ട് സിനിമയിലൊന്നും അല്ലല്ലോ, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഭയങ്കര കർണാടകത്തിലുള്ള ആളാണ്. കറക്റ്റായിട്ട് ആ ഒരു ഇതിന് ഡാനിഷിനെ കണ്ടെത്തി. മറാഠിയിൽ നിന്ന് സൊണാലിയെ ഡാൻസർ, ഇന്നത്തെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഡാൻസർ കണ്ടെത്തി ഹീറോയിനായിട്ട്. കഥാനന്ദി എന്ന് പറഞ്ഞ് ബംഗാളി സിനിമയിലുള്ള മനോജ് മോസസ്,
ചെറിയ പുള്ളി ഒരു കൊറിയോഗ്രാഫറൊക്കെയാണ്, പുള്ളി ചില ഇതിലോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് കാസ്റ്റിങ്. എന്നിട്ട് ഞാൻ രാജസ്ഥാനിൽ ചെല്ലുന്നു, ഈ മരുഭൂമിയിൽ കൂടെ പോകുന്നു, തലേന്ന് ചെന്ന ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നു. ഇതെങ്ങനെ ഇത് കണ്ടെത്തി എന്നാണ് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചത്. ഇങ്ങനൊരു സ്ഥലം എങ്ങനെ ആർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു? അതൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെന്ന് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവാം. ടെറൈൻ എങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് എത്തിപ്പറ്റി, എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത്. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ബ്രില്യൻസ് ഈ സിനിമയിൽ ഉറപ്പാണല്ലേ? നമ്മൾ പൊതുവെ അങ്ങനെ പറയാറുണ്ടല്ലോ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ബ്രില്യൻസും മോഹൻലാലിൻ്റെ പെർഫോമൻസിൻ്റെ ആ ടാലൻസ് ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ഏതെങ്കിലും ഒരു ഇതിൽ ലിമിറ്റ് ചെയ്യുന്നതല്ല, എല്ലാ ടാലൻസും ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു പടമായിട്ട് തന്നെ. ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് പറയാം, ആ സിനിമയാണെങ്കിൽ ഒരു കളർഫുൾ ആണല്ലോ. അല്ല, അത് വളരെ പ്രത്യേകതയുള്ള സിനിമയായിരുന്നു അന്ന്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു കളർ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ പോലെ, നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അങ്ങനെ അത്തരം സിനിമകൾ ചെയ്യുന്നത്. അതുപോലൊരു പ്രിപ്പറേഷൻ ഈ സിനിമയ്ക്കുണ്ട്. ഇതിൻ്റെ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ, പല തരത്തിലുള്ള ഓരോ രംഗങ്ങൾക്ക് ഓരോ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ട് ആസ്വദിക്കാനാണ്. അങ്ങനെയാണല്ലോ, ഇത് സിനിമ കാണാനാണല്ലോ, പറഞ്ഞു കേൾക്കാനുള്ളതല്ലോ. അപ്പോൾ കാണുമ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളും അതേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പം നേരിന് ശേഷം വീണ്ടും വലിയൊരു വിജയം ലാലേട്ടൻ ഉണ്ടാകട്ടെ. നേരുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു സിനിമയല്ല, ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. എന്തായാലും ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചതിന് വളരെയധികം നന്ദി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ഷിബു സാർ ഒരു വലിയ ഒരു രാഷ്ട്രീയ നേതാവാണ്, വളർന്നു വരുന്ന വലിയൊരു നിർമ്മാതാവും കൂടിയായി മാറുമല്ലേ ഈ ഒരു സിനിമയിലൂടെ? തീർച്ചയായിട്ടും ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സിനിമകൾ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിൽ നിന്നുണ്ടാകട്ടെ. നോക്കട്ടെ. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.